നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരത്തല്ല. ഇത് കേരളത്തിലെ നമ്മുടെ തലസ്ഥാന നഗരിയുടെ പ്രധാന ഭാഗമായ ഒരു വർണ്ണാഭമായ പൂക്കളുടെ കാഴ്ചയുടെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. വിവിധതരം പൂക്കളുടെ വർണ്ണാഭ കാഴ്ചയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ സ്വന്തം സെൻറ്റ് സേവിയർസ് കോളേജ് കോമ്പൗണ്ടിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. പൂക്കളായ കേന്തി, ജമന്തി തുടങ്ങിയ നമ്മൾ മാർക്കറ്റിൽ തന്നെ മേടിക്കുന്ന വിവിധതരം പൂക്കളുടെ കൃഷിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഉള്ളവർ തന്നെ ഈ കാഴ്ച കാണുവാൻ അധികം പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ആ തമിഴ്നാട്ടിൻ്റെ അതേ പകുട്ട് ഇതേ കേരളത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഈ അറബിക്കടലിൻ്റെ സമീപത്തുള്ള ഈ കാറ്റേറ്റ് മന്ദമാരുതിയിൽ ചാഞ്ചാടുകയാണ് നമ്മുടെ ഈ ഓരോ സൂര്യകാന്തി പൂക്കളും. ഓണക്കാലമായിട്ട് മലയാളികൾക്ക് വളരെ ആനന്ദ നിർവൃതി ഉണ്ടാകുന്ന ഒരു പൂന്തോട്ടമാണ് ഇവിടെ വളരെ ഭംഗിയിൽ ഒരുക്കിയിരിക്കുന്നത്. കാരണം പ്രതികൂല ഉപ്പ് കലർന്ന മണ്ണ് കാലാവസ്ഥയായിട്ടും ഇവിടെ വളരെ രീതിയിൽ വളരെ ഭംഗിയിൽ ാണ് ഇവിടെ ഈ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ പോയാണ് മലയാളികൾക്ക് കാണേണ്ട അവസ്ഥയിൽ നിന്നും നമുക്ക് തലസ്ഥാന നഗരിയിൽ തന്നെ ഇങ്ങനെ ഒരു വർണ്ണാഭമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സൂര്യകാന്തി പാടത്തിൻ്റെ അഭിപ്രായം എന്ന് പറയാം. ഞങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് വന്നത്. കണ്ടപ്പോൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ കൂടുതലും മലയാളികളെ ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നതിന് നമുക്ക് വളരെയധികം സന്തോഷിക്കണം. അത്രയാണ്. സംഘാടകരോട് നന്ദി പറയണം. അവർ ഈ സംഘാടകരോട് തന്നെ വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കാഴ്ചകൾ കാണുന്നത് നമ്മൾ കൂടുതലും തമിഴ്നാട്ടിൽ വരെ പോയി കാണേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് കേരളത്തിൽ തന്നെ ഇപ്പോൾ വന്ന് കാണേണ്ട ഒരു രീതി ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. പൊതുവെ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. ഇത്രയും സൂര്യകാന്തി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. സോ ഇവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത്തിരി കൂടെ പൂത്തിങ്ങനെ കാണാം. പക്ഷെ കുഴപ്പമില്ല, എന്നാലും രസമുണ്ട്. അല്ല, ഇനി ദിവസങ്ങളുണ്ട്. ഓണം പ്രമാണിച്ച് മലയാളികൾക്ക് തന്നെ ഒരു സുവർണ്ണ അവസരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതെ. അപ്പോൾ സംഘാടകരെല്ലാവരും നന്ദി അറിയിക്കണം. അതെ, ഓക്കെ. എല്ലാവരും സംഘാടകരോടാണ് നന്ദി അറിയിക്കുന്നത്. കാരണം ഓണമായിട്ട് മലയാളികൾക്ക് ഒരു വർണ്ണ കാഴ്ച തന്നെ ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ ഈ സൂര്യകാന്തി പാടം എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് മാത്രമാണ് കാണാനുള്ളത്. ഇപ്പം കേരളത്തിന് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഈ കടപ്പുറം മണലിൽ ഇത്രയും ഇങ്ങനെ ഒരു സൂര്യകാന്തി വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞ് തെളിയിച്ച ഇതിൻ്റെ തനി നാടൻ അവരുടെ പ്രൊപ്പറേറ്റേഴ്സും അതിൻ്റെ ജോലിക്കാർക്കും നല്ല നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒത്തിരി ദൂരെ പോകാതെ തന്നെ കേരളത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ച് മലയാളികൾ തിരുവനന്തപുരത്തുകാർക്ക് ഇവിടെ ഇങ്ങനെ ഒരു തോട്ടം കാണാൻ സാധിച്ചാൽ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓണക്കാലമായിട്ട് മലയാളികൾക്ക് തന്നെ വളരെ നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വർണ്ണാഭമായ കാഴ്ചകളും എല്ലാം ഒരുക്കിക്കൊണ്ട് തിരുവനന്തപുരം സെൻറ്റ് സേവിയർസ് കോളേജിൽ നിന്നും അനീഷിനോടൊപ്പം രാജേഷ്, RDS കേരളം.